और इसके बाद आइए आपको सीधे लिए चलते हैं केरल, जहां पे प्रधानमंत्री नरेंद्र मोदी इस समय पहुंचे हैं, जनता को संबोधित कर रहे हैं। ഈ തവണത്തെ മുദ്രാവാക്യം 400-ലധികം സീറ്റുകൾ എന്നുള്ള മുദ്രാവാക്യമാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. साथियों, 2024 के लोकसभा चुनाव में विपक्ष अपनी हार मान चुका है. अपनी हार तय देखकर वो बौखलाया हुआ है. उसके पास देश के विकास का रोड मैप नहीं है. इसलिए उसने एक ही एजेंडा बनाया है, मोदी को गाली दो. मैं केरला के प्रतिभावान लोगों को जानता हूं. केरला कभी ऐसी नकारात्मक सोच रखने वालों को उनके साथ कभी भी खड़ा नहीं होगा. केरला इस बार राष्ट्र निर्माण के लिए बीजेपी को, एनडीए को आशीर्वाद देगा. यहां बीजेपी जिस तरह पदयात्रा निकाल रही है, जिस तरह सुरेंद्रन जी के साथ लोग सड़कों पर कंधे से कंधा मिलाकर चल रहे हैं, वो अपने आप में बहुत बड़ा संदेश है. केरला का ये मिजाज ही भाजपा के लिए 370 सीटों के लक्ष्य को आसान बनाएगा. मैं आपको ये विश्वास दिलाने आया हूं कि आपकी आकांक्षाओं को, केरला के सपनों को साकार करने में मोदी कोई कमी नहीं छोड़ेगा. और ये मोदी की गारंटी है. സുഹൃത്തുക്കളെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുള്ള കാര്യം പ്രതിപക്ഷം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ സ്വയം പരാജയപ്പെടുമെന്ന് ഉറപ്പായ പ്രതിപക്ഷത്തിന് സമനില തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പും അവരുടെ മുന്നിലില്ല. അവർക്ക് ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ: നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക. കേരളത്തിലെ ജനങ്ങൾ കഴിവുറ്റ ജനങ്ങളാണ്, പ്രതിഭാധനരായിട്ടുള്ള ജനങ്ങളാണ്. കേരളം ഒരിക്കലും ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, അങ്ങനെയുള്ള ചിന്താഗതികളോടൊപ്പം നിൽക്കുന്നവരല്ല. കേരളം ഈ തവണ ഈ നാടിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്കും എൻഡിഎക്കും പിന്തുണ നൽകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ ബിജെപിയുടെ പദയാത്ര, ആ പദയാത്ര നടന്നു കഴിഞ്ഞിരിക്കുകയാണ്, ഇന്ന് അവസാനിക്കുകയാണ്. ഈ പദയാത്രയിൽ കേരളത്തിൽ ഉടനീളം പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ആ പദയാത്രയിൽ പങ്കാളികളായത് എന്ന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ആ സന്ദേശം, കേരളത്തിന്റെ ഈ മനോഭാവം, 370 സീറ്റ് എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം എളുപ്പമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരിക്കൽ കൂടി ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രതീക്ഷകൾ സഫലീകരിക്കാൻ, കേരളത്തിന്റെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ, അതിനു വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്താൻ നരേന്ദ്രമോദി പ്രതിജ്ഞാബദ്ധനാണ്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. साथियों, बीजेपी ने कभी केरला को या देश के और किसी राज्य को वोट के चश्मे से नहीं देखा है.
जब बीजेपी यहां कमजोर थी तब भी हमने केरला को मजबूत बनाने के लिए काम किया। इन 10 वर्षों में देश का जो विकास हुआ, जो बड़े फैसले लिए गए, उनका उतना ही लाभ केरला को भी मिला जितना बीजेपी शासित प्रदेशों को। केरला की जागरूक जनता ये सब जानती है और यहां के लोग तो पूरी दुनिया में है। आज विश्व में भारत का बढ़ता हुआ कद, उसने केरला के लोगों में एक नया आत्मविश्वास भरा है। गल्फ के देशों में रहने वाले मेरे भाई बहनों ने अभी हाल ही में अनुभव किया है कि तब के भारत और आज के भारत में कितना फर्क है। 2024 का चुनाव इस नए भारत को और आगे लेकर जाने का चुनाव है। സുഹൃത്തുക്കളെ, ബി.ജെ.പി. ഒരിക്കലും കേരളത്തോട് ഒരിക്കലും വിവേചനം കാണിച്ചിട്ടില്ല. അഥവാ രാജ്യത്തെ ഒരു സംസ്ഥാനത്തോടും വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തെയും ഭാരതീയ ജനതാ പാർട്ടി കണ്ടിട്ടില്ല. ബി.ജെ.പി. വളരെ ദുർബലമായിട്ടുള്ള പാർട്ടിയായിട്ടിരുന്ന കാലത്തും കേരളത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബി.ജെ.പി. പങ്കാളികളായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള പുരോഗതി, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വിവിധ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ എല്ലാം പ്രയോജനം മറ്റ് സംസ്ഥാനങ്ങൾക്ക്, ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന അതേ അളവിൽ കേരളത്തിനും കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ അറിവുള്ള ജനങ്ങൾ, ആ ജനങ്ങൾക്ക്, വിവേകശാലികളായിട്ടുള്ള ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ മാത്രമല്ല, രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ, കേരളത്തിലെ ജനങ്ങൾ ഈ ലോകം മുഴുവൻ പല ഭാഗങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഇന്ന് ലോകത്ത് ഭാരതത്തിന്റെ ഉയർന്നു വരുന്ന സ്ഥാനം, ആ സ്ഥാനം കേരളത്തിലെ ജനങ്ങൾക്കും ഒരു പുതിയ ആത്മവിശ്വാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുള്ള കേരളത്തിലെ സഹോദരന്മാർ, അങ്ങനെയുള്ള സഹോദരന്മാർ അവർ ഈ അടുത്ത കാലത്ത് അത് അനുഭവിച്ചു. പണ്ട് കാലത്ത് ആ രാജ്യത്ത് ഇന്ത്യക്കാരുടെ സ്ഥിതി എന്തായിരുന്നു, ഇനി ഇന്ത്യക്കാരുടെ സ്ഥിതി എങ്ങനെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് 2024 ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറും. साथियों, आज देश में मोदी के तीसरे कार्यकाल को लेकर हर तरफ चर्चा हो रही है। मोदी सरकार के तीसरे कार्यकाल में भारत विश्व की तीसरी सबसे बड़ी इकोनॉमी बनेगा. इदाणु मोदीयुडे गारंटी. हमारे तीसरे कार्यकाल में भ्रष्टाचार से हमारी लड़ाई और तेज होगी. भ्रष्ट लोग कोई भी गलत काम करने से पहले 100 बार सोचेंगे. इदाणु मोदीयुडे गारंटी. हमने पहले ही 25 करोड़ से ज्यादा लोगों को गरीबी से बाहर निकाला है और अब तीसरे कार्यकाल में कई करोड़ भारतवासी गरीबी से बाहर आने वाले हैं. इदाणु मोदीयुडे गारंटी. साथियों,
केरला में सबको ये पता है कि एलडीएफ और यूडीएफ दोनों ने केरला में शिक्षा व्यवस्था की क्या हालत की है। सबको पता है कि केरला के मेरे गरीब और मिडिल क्लास परिवारों के बच्चों को हायर एजुकेशन में कितनी दिक्कत आती है। हमारा तीसरा कार्यकाल केरला में शिक्षण संस्थानों की स्थिति को और अच्छा करने पर केंद्रित होगा। इससे हमारे सामान्य परिवार के बच्चों के लिए नए रास्ते बनेंगे। इदाणु मोदीयुडे गारंटी। हमारा तीसरा कार्यकाल सेमीकंडक्टर से ग्रीन हाइड्रोजन तक तरक्की के नए क्षेत्र खोलने का कार्यकाल होगा। इससे केरला के नौजवानों के लिए नौकरियां और रोजगार के लाखों अवसर बनेंगे। इदानी मोदीयुडे गारंटी।